വെൽക്കം ടു രേഖാസ് ക്യൂസൻ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. അപ്പോൾ ഈസിയും ക്രഞ്ചിയുമായിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ ചെയ്യാൻ പോകുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഉഴുന്ന് 1/2 കിലോ, സവാള ഒരെണ്ണം, കറിവേപ്പില കുറച്ച്, പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, കുരുമുളക് 1 സ്പൂൺ, മല്ലിയില കുറച്ച്, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം നമുക്ക് 1/2 കിലോ ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഒരു മണിക്കൂർ വെക്കാം. ഇപ്പം നമ്മളെ ഉഴുന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തിട്ട് 1 മണിക്കൂർ വെച്ചെടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഉഴുന്ന് പൊങ്ങുമ്പോൾ ശരിയാകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ 1 മണിക്കൂർ ആയതുകൊണ്ട് അപ്പം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് വെള്ളം ചേർക്കാണ്ട്, ഈ വെള്ളം മാറ്റിയിട്ട് വെള്ളം ചേർക്കാണ്ട് നമ്മൾ സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചെറുതായിട്ട് നുറുക്കിയത്, കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക്, കറിവേപ്പില, പച്ചമുളക്, ഈ സാധനങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടി ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം, എന്നാലാണ് നമ്മുടെ വട ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഉഴുന്നിൻ്റെ മാവ് എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ട് നോക്കാം. അപ്പോൾ ഉഴുന്നിൻ്റെ മാവ് സെപ്പറേറ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നിൻ്റെ മാവ് കറക്റ്റ് പരുവത്തിലായുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മാവ് എടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് റൗണ്ട് നടുക്ക് ഓട്ടിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വറുത്തെടുക്കണത്. അപ്പോഴാണ് നമ്മുടെ ഉഴുന്നുവട നല്ല ടേസ്റ്റി ആയിട്ടും ക്രഞ്ചി ആയിട്ടും കിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇത് ഫുള്ളും വറുത്തെടുക്കാം. നമ്മുടെ മാവ് വെള്ളത്തിൽ മുക്കുമ്പോഴാണ്, എപ്പം നമ്മൾ മാവ് എടുത്താലും വെള്ളത്തിലൊന്ന് മുക്കി ഷേപ്പ് ഉണ്ടാക്കി നടുക്ക് ഓട്ടിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ വട നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കണം, എന്നാലേ നമുക്ക് ആ ക്രിസ്പിനെസ്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അഥവാ വെള്ളം ഇത്തിരി കൂടി പോവുകയാണെങ്കിൽ നമ്മൾ അരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുറേ അരിപ്പൊടി ആവരുത്, കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിത് മൊത്തം ഉഴുന്നുമാവിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ മുന്നേ അരിപ്പൊടി കുറേ ഇട്ട് ചെയ്തിരുന്നു, പക്ഷേ അത് ശരിയായി വന്നില്ല. അപ്പം ഞാൻ ഉഴുന്നുമാവിൽ തന്നെ ചെയ്തെടുക്കണം. ഇനി ഈ വടയൊന്ന് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് 2 സൈഡും മൊരിച്ചെടുക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ വട എടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ വട നന്നായിട്ടായതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം മാവ് എടുക്കാൻ, എന്നാലാണ് മാവ് കയ്യിൽ ഒട്ടി പിടിക്കാണ്ട് വരുള്ളൂ. അപ്പം നമ്മുടെ ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, നമ്മുടെ വട വളരെ സോഫ്റ്റും വളരെ ക്രിസ്പി ആയിട്ടാണ് കിട്ടിയേക്കണത്. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം. അപ്പോൾ ഈ വട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.